ഗുരുപദദ്വന്ദ്വം നവാങ്മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹത്. ഓം തത്സത്. ആരാധ്യനായ അധ്യക്ഷൻ, ഈ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ ശരത്ചന്ദ്രൻ നായർ സർ, ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്ന ഏറ്റവും ബഹുമാന്യനായ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ സഞ്ജയേട്ടൻ, സ്വാഗത പ്രസംഗകൻ ഭരത്, സാഗർ, കൃതജ്ഞത പറയാൻ വേണ്ടി പോകുന്ന ശ്രീമാൻ ഹരി, തുടർച്ചയായി എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി വല്ലാത്ത കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീകുമാർ, സന്നിഹിതരായ ഹിന്ദു ധർമ്മ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, യോഗാരംഭത്തിൽ തന്നെ നമ്മളൊരു മഹത് വ്യക്തിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അനുശോചനം രേഖപ്പെടുത്താനുള്ള കാരണവും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ വിദ്യാസമ്പത്തിനെ, ജ്ഞാനസമ്പത്തിനെ പോഷിപ്പിക്കാൻ, ദൃഢമാക്കാൻ, അതിൽ പ്രത്യേകിച്ച് ചരിത്ര മേഖലയിൽ സംഭവിച്ചിട്ടുള്ള പ്ലുതങ്ങളെ, കുറവുകളെ ദൂരീകരിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ച ഒരു ജ്ഞാന ഋഷി, അതായിരുന്നു പ്രൊഫസർ MGS. അദ്ദേഹം ഈ സമ്മേളനം സംഘടിപ്പിക്കുന്ന ആളുകളുടെ വിചാരധാരയിൽപ്പെട്ട ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെ ഒപ്പമായിരുന്നു. സത്യം ആരുടെ മുന്നിലും ഉറക്കെ പറയാൻ അദ്ദേഹം കാണിച്ച തൻ്റെ ഇടത്തിനുള്ള ഒരു നന്ദിയാണ്, ഒരു കൃതജ്ഞതയാണ് നമ്മൾ ഈ അനുശോചന പരിപാടിയിലൂടെ നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്തരക്കാരുടെ എണ്ണം കേരളത്തിൻ്റെ വൈചാരിക മണ്ഡലത്തിൽ കുറവാണ്. ഇവിടെ അധികാരസ്ഥാനങ്ങളിലുള്ളവരോട് സേവ കൂടി നിൽക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അല്ലെങ്കിൽ അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളുടെ മാംസപേശിയുടെ കരുത്തിന് മുന്നിൽ ചൂളിപ്പോകുന്നവരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പലരെയും, പല ആളുകളെയും. എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ശാസന കിട്ടിയപ്പോൾ സമസ്താപരാധം പറഞ്ഞ് മാപ്പിരക്കുന്ന സാഹിത്യ നായകന്മാരെ നമ്മൾ കണ്ടു. ഒരു കഥ എഴുതിയതിൻ്റെ പേരിൽ കഥയിലെ വില്ലൻ്റെ പേര് സമാധാന മതത്തിൻ്റെതായി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമിൻ്റെ പേര് വില്ലനായി കൊടുത്തു എന്ന പേരിൽ മാപ്പ് പറഞ്ഞ കഥാകൃത്തുക്കളെ, അത് സന്തോഷ് ചിക്കാനുമായാലും NS മാധവനായാലും കവി സച്ചിദാനന്ദനായാലും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിൻ്റെയും പാർട്ടിയുടെയും ഹുങ്കിന് മുന്നിൽ കീഴടങ്ങുന്നവരാണ്. എന്നാൽ MGS തൻ്റെ ചരിത്ര രചന നടത്തിയത് ചരിത്രത്തിൽ നിന്ന് സത്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചത് ആരെയും ഭയപ്പെട്ടിട്ടല്ല, ഭയപ്പെടുത്താൻ ആളുകൾ ശ്രമിച്ചിട്ടില്ല എന്നല്ല. എത്രയെല്ലാം മിഥ്യാ ദൈവങ്ങളെ അദ്ദേഹം നമ്മുടെ മുന്നിൽ തകർത്തിട്ടു. EMS നമ്പൂതിരിപ്പാട് അത്തരമൊരാളാണ്. ഇർഫാൻ ഹബീബ് അത്തരമൊരാളാണ്. റൊമീല ഥാപ്പർ അത്തരമൊരാളാണ്. MGS നാരായണൻ്റെ ചാട്ടുളി പോലുള്ള സത്യത്തിൻ്റെ അമ്പേറ്റ്
പിടഞ്ഞവരാണ്. EMS എന്ന ഒരു സ്യൂഡോ നേതൃത്വത്തെ അദ്ദേഹം എങ്ങനെയാണ് പൊളിച്ചു കാണിച്ചതെന്ന് നമുക്കറിയാം. എല്ലാം സമൂഹത്തിനായി നാടിനായി ദാനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചതിലെ പൊള്ളത്തരം കണക്കുകളടക്കം ചരിത്ര രേഖകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MGS പൊളിച്ചെഴുതി. രാമജന്മഭൂമിയുടെ പ്രക്ഷോഭത്തിൻ്റെ തുടക്ക നാളുകളിൽ ICHRന്റെ മെമ്പർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ MGS നാരായണൻ അവിടെ നടക്കുന്ന കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പുറത്തു വന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചു. അന്നത്തെ സർക്കാർ എന്തായിരുന്നു എന്ന്, ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്ന ആളുകൾ ആരാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ചെയർമാനായിരുന്ന ഇർഫാൻ ഹബീബ് ICHRന്റെ ഓഫീസ് ബാബറി ആക്ഷൻ കമ്മിറ്റിയുടെ അനൗദ്യോഗിക ഓഫീസാക്കി മാറ്റിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തു വന്ന ആളാണ് അദ്ദേഹം. ഇങ്ങനെ അവരെയൊക്കെ എതിർത്തു എന്നതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെ മഹാനായി കാണുന്നത്. അവിടെയൊക്കെ അദ്ദേഹം കാണിച്ച സത്യത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കാണിച്ച തൻ്റെ ഇടം, ചരിത്ര രചനയുടെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. പക്ഷേ അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ശരിയായ പാതയിലുള്ള പ്രയാണത്തെക്കുറിച്ച് അദ്ദേഹം വ്യാകുലനായിരുന്നു. അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു. വേണ്ടത്ര ശരിയായ പാതയിലാണോ പാളത്തിലാണോ നമ്മൾ ഉള്ളത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഈ അസുഖം വർദ്ധിച്ച് അല്പം സ്മൃതിനാശത്തിലേക്ക്, ഓർമ്മയില്ലായ്മയുടെ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിലാണ് ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിവാദത്തിന് അദ്ദേഹം അവസാനം കണ്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. അഭിമുഖം നടത്തിയ വ്യക്തി അത് ബൗദ്ധക്ഷേത്രമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ അങ്ങനെ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിലർ. ബൗദ്ധക്ഷേത്രത്തെ പിടിച്ചെടുത്ത് ഹൈന്ദവ ബ്രാഹ്മണിക്കൽ കേന്ദ്രമാക്കി മാറ്റി എന്ന മട്ടിൽ MGS അന്ന് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിഹാരം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു ബൗദ്ധ കേന്ദ്രമൊന്നും ആയിരുന്നില്ല ഈ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി ചരിത്രത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട്, അതിൻ്റെ തെളിവുകളെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പം ഇങ്ങനെ പലതരത്തിലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സംഘവുമായോ വിശ്വഹിന്ദു പരിഷത്തുമായോ ഒക്കെ വൈചാരികമായി അടുത്തു നിൽക്കുന്ന ആളുകൾ നടത്തുന്ന, അല്ലെങ്കിൽ അത്തരമൊരു മഹാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട പൂജ്യ സ്വാമി സച്ചിദാനന്ദ സ്വാമികളാൽ തൃപാദങ്ങളാൽ തുടക്കം കുറിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തിനൊരു വൈചാരികമായ ചായ്വുണ്ട് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളോട്. അത്തരമൊരു വ്യക്തിത്വം ആയിരുന്നില്ല MGS സ്വതന്ത്രനായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ അദ്ദേഹത്തെ കൃതജ്ഞതയോടെ ഓർക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് തുടക്കത്തിൽ പറയണം എന്നെനിക്ക് തോന്നി. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുന്നത് 100-ാം വർഷത്തിലേക്ക് എത്തുന്ന സംഘത്തെക്കുറിച്ചാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്, മുമ്പ് പൂജനീയ ഗുരുജി ജന്മശതാബ്ദി ആഘോഷം 2006-5-6 കാലഘട്ടത്തിൽ നടത്തുമ്പോൾ അന്ന് എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വലിയ പരിപാടിയിൽ അതിലെ മുഖ്യ അതിഥിയായി എത്തിയത് ജ്ഞാനപീഠ ജേതാവായ മഹാകവി അക്കിത്തമായിരുന്നു. അന്ന് അക്കിത്തം തൻ്റെ പ്രഭാഷണത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് സാധാരണ നമുക്കെല്ലാം കേട്ടറിവുള്ള ഒരു ചുരുക്കപ്പേര് RSS, അതല്ലാതെ ഒരു ചുരുക്കപ്പേര് അന്ന് അക്കിത്തം എന്ന ആ കൃതഹസ്തനായ സരസ്വതീ പുത്രൻ, സരസ്വതീ ദേവിയുടെ ആശീർവാദം വേണ്ടുവോളം വാങ്ങിയിട്ടുള്ള അദ്ദേഹം ഒരു സുന്ദരമായ ചുരുക്കപ്പേര് നമുക്ക് നൽകി. അത് വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, സാധാരണ RSS എന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ അറിയുന്നത്. പക്ഷേ സംഘത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം, സംഘം എന്താണ് ഈ ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഒരു ചുരുക്കപ്പേര് എൻ്റെ മനസ്സിലുണ്ട്. ആ ചുരുക്കപ്പേരിലേക്ക് എത്താൻ വേണ്ടി ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പേരിൻ്റെ ക്രമം ഒന്ന് മാറ്റുകയാണ്. അദ്ദേഹം ഋഷിയാണ്, അദ്ദേഹം കാണുകയാണത്.
എന്താണ് സംഘം എന്ന്. എന്താ ക്രമം മാറ്റിയത്? സ്വയംസേവക രാഷ്ട്രീയ സംഘം എന്ന് ആക്കിയത് പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ളതിന് സ്വയംസേവക രാഷ്ട്രീയ സംഘം. എന്നിട്ട് മൂന്ന് വാക്കുകളുടെയും ആദ്യാക്ഷരത്തെ എടുത്ത് സ്വയംസേവക എന്നതിൻ്റെ സ്വ, രാഷ്ട്രീയ എന്നതിൻ്റെ രാ, സം എന്നതിൻ്റെ സം, സംഘം എന്നതിൻ്റെ സം. എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്ന സംഘം ഈ രാഷ്ട്രത്തിൻ്റെ സ്വരസമാണ്. സ്വരസം രാഷ്ട്രത്തിൻ്റെ രസമാണ്, രാഷ്ട്രത്തിൻ്റെ സത്തയാണ്, രാഷ്ട്രത്തിൻ്റെ കണ്ടന്റാണ്, രാഷ്ട്രത്തിൻ്റെ തനിമയാണ് RSS. അതുകൊണ്ടാണ് ഞാനിതിനെ സ്വരസമായി കാണുന്നത്. എന്തിൻ്റെ രസം? നമ്മുടെ രസം. ഈ രാഷ്ട്രത്തിൻ്റെ തനിമ, കണ്ടന്റ്, സെൽഫ്ഹുഡ് എന്നൊക്കെ പറയും. അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. വളരെയേറെ അർത്ഥവത്തായ ഒരു പ്രഖ്യാപനമാണ് അന്ന് അദ്ദേഹം നടത്തിയത്, ഒരു കണ്ടെത്തലാണ് അദ്ദേഹം നടത്തിയത്. ഒരു രാഷ്ട്രം അതിൻ്റെ പ്രയാണത്തിൽ എപ്പോഴാണ് വഴിമാറിപ്പോവുക? വഴിമാറിപ്പോകുന്നത് എപ്പോഴാണോ ആ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള തനിമയിൽ നിന്ന് സമാജം അല്ലെങ്കിൽ സമാജത്തെ, സമൂഹത്തെ നയിക്കുന്ന ആളുകൾ വഴിതെറ്റി വഴിമാറിപ്പോകുന്നത്. അപ്പോഴാണ് ആ രാഷ്ട്രം നശിക്കുക. അർണോൾഡ് ടോയൻബിയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥ എഴുതി നമ്മളെ പഠിപ്പിച്ച അർണോൾഡ് ടോയൻബി ലോകരാഷ്ട്രങ്ങളുടെ, ലോകനാഗരികതകളുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ, അതിൻ്റെ കഥ എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രം പ്രഗതിയിലാകണമെങ്കിൽ, പുരോഗതിയിലാകണമെങ്കിൽ, അദ്ദേഹം അതിന് ഇംഗ്ലീഷിൽ കൊടുത്ത സാങ്കേതിക പദം റാലി. ഒരു രാഷ്ട്രം, സംസ്കാരം റാലിയിൽ എപ്പോഴും മുന്നോട്ട് അതിതീവ്രതയോടെ പുരോഗതിയിലേക്ക് പോകണം എങ്കിൽ ആ നാഗരികതയുടെ തലപ്പത്ത്, ആ നാഗരികതയുടെ, ആ സംസ്കാരത്തിൻ്റെ, ആ രാഷ്ട്രത്തിൻ്റെ തനിമയോടടുത്തു നിൽക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം അതിനെ നയിക്കാൻ വേണം, ഒരു മൈനോറിറ്റി. അതിന് അദ്ദേഹം അന്ന് പേരിട്ടത് ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നാണ്. പലപ്പോഴും ടോയൻബിയെ ഉദ്ധരിച്ചുകൊണ്ട് ആദരണീയനായ പൂജനീയനായ പരമേശ്വർജി നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഈ പദം കേട്ടിട്ടുണ്ടാവും, ക്രിയേറ്റീവ് മൈനോറിറ്റി. അവരുടെ പ്രത്യേകത എന്താ? അവരാ രാഷ്ട്രത്തിൻ്റെ തനിമയോട്, അക്കിത്തം പറഞ്ഞ രസത്തോട്, തനിമയോട് അടുത്തു നിൽക്കുകയും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രത്തെ, നാഗരികതയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. എപ്പോഴാണോ അത്തരമൊരു ക്രിയേറ്റീവ് മൈനോറിറ്റി, ന്യൂനപക്ഷം, സർഗാത്മക ന്യൂനപക്ഷം രാഷ്ട്രത്തെ നയിക്കാനുണ്ടാവുന്നത്, അപ്പോഴാ രാഷ്ട്രം സദാ റാലിയിലായിരിക്കും, പുരോഗതിയിലായിരിക്കും. എപ്പോഴാണോ ആ നേതൃത്വം ഈ തനിമയിൽ നിന്ന്, രസത്തിൽ നിന്ന് അകന്നു പോകുന്നത്, അകന്നു പോകാനുള്ള കാരണം ഈ ഏറെക്കാലം സമൂഹത്തെ നയിച്ചു, സംസ്കാരത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുവന്ന് നേടിയ വൈഭവത്തിൻ്റെ ഫലം സൗജന്യമായി അനുഭവിക്കുന്ന ആളുകൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഒരുതരം കോംപ്ലാസൻസി, ഒരുതരം അമിതാത്മവിശ്വാസം അവരിൽ കടന്നു വരും. അവർ പതിയെ പതിയെ ആ രാഷ്ട്രത്തിൻ്റെ തനിമയിൽ നിന്ന് അകന്നുപോകും. അപ്പോഴവർ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നതിന് പകരം ഒരു ഡോമിനൻ്റ് മൈനോറിറ്റി ആകും, ഒരു ആക്രാമക മൈനോറിറ്റി. അവരവരുടെ സംസ്കാരം കൊണ്ടോ ജീവിതശൈലി കൊണ്ടോ തനിമയ്ക്കനുസൃതമായ പെരുമാറ്റം കൊണ്ടോ ആയിരിക്കില്ല മാതൃകയായി സമൂഹത്തെ നയിക്കുകയായിരിക്കില്ല ചെയ്യുക, കൈക്കരുത്തുകൊണ്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രം നശിച്ചു തുടങ്ങും. ലോകത്തുണ്ടായിരുന്ന എല്ലാ പ്രാചീന നാഗരികതകളും തകരുവാനുള്ള കാരണം അതാണ് എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഭാരതം ഈ ആയിരം വർഷങ്ങളായി അതിൻ്റെ ആ രാഷ്ട്രീയ സംസ്കാരം, ദേശീയ സംസ്കാരം നിലനിർത്തി പോരുന്നതിൻ്റെ കാരണം ഇപ്പോഴും ആ തനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുവിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. പിന്നീട് അദ്ദേഹം ഭാരതത്തിന് നേരിടേണ്ടി വന്ന അടിമത്തത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആ വഴിതെറ്റൽ ഉണ്ടായി എന്നും പറയുന്നു. തനിമയിൽ നിന്ന് അകന്നുപോയി. ഭാരതത്തിൻ്റെ തനിമ എന്താ? നമ്മൾ ഈ സാങ്കേതിക പദമൊക്കെ പറഞ്ഞ് ഇവിടെ സ്വത്വമെന്നോ
സെൽഫ് ഫുഡ് എന്നോ ഒക്കെ വളഞ്ഞു ചുറ്റിയൊന്നും പറയണ്ട. ഈ ഭാരതത്തിൻ്റെ തനിമ അത് ഹിന്ദുത്വമാണ്, വേറൊന്നല്ല. ഹിന്ദുത്വം എന്ന് പറയുന്ന ആ ശ്രേഷ്ഠ തത്വത്തിൽ നിന്ന് രാഷ്ട്രം എപ്പോഴാണോ, അല്ലെങ്കിൽ രാഷ്ട്രത്തെ നയിക്കുന്നവരെപ്പോഴാണോ, നയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത്, ഗവൺമെൻറ് ഉണ്ടാക്കുക, രാഷ്ട്രീയ ഭരണം പിടിച്ചു പറ്റുന്നവരെ കുറിച്ചല്ല. സമൂഹത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച് അവരുടെ മാതൃകയായി ജീവിക്കുക. ഭാരതത്തിൽ എപ്പോഴാണ് ഋഷിമാർ ഭരിച്ചിട്ടുള്ളത്? ഒരു ഋഷിയും ഭരിച്ചിട്ടില്ല. ഭരിക്കുന്നത് രാജാക്കന്മാരായിരിക്കും. പക്ഷേ അവരെ സാംസ്കാരികമായി, ബൗദ്ധികമായി, മാനസികമായി നയിക്കുന്നത്, ആധ്യാത്മികമായി നയിക്കുന്നത് ഋഷിസത്തമന്മാരായിരിക്കും. അവരുടെ ആദർശം കൊണ്ട്, അവരുടെ മാതൃകാപരമായ ജീവിതം കൊണ്ട്. എന്നാൽ ആ ജീവിതം, അതിനെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആ ജീവിത ശൈലിയുടെ പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ അകന്നുപോയി ഇടക്കാലത്ത്. പിന്നീട് ഭരണം മാറി വന്നപ്പോൾ സ്വാഭാവികമായും ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഇത് പറയുമ്പോൾ ഉടനെ ചില ആളുകളൊക്കെ വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വരും. പക്ഷേ സത്യത്തെ സത്യമായി തന്നെ പറയണം, തുറന്നു പറയണം. വളഞ്ഞു ചുറ്റി പറഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല. അങ്ങനെ കൃത്യമായി പറയാൻ തയ്യാറില്ലാത്തതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തന്നെ 3-4 ദിവസം മുമ്പ് പഹൽഗാമിൽ വലിയ ആക്രമണം ഉണ്ടായി, ഭീകരന്മാരുടെ ആക്രമണം ഉണ്ടായി. ആ ആക്രമണം ഉണ്ടായതിനെ കൃത്യമായി നിർവചിച്ച് ഇതാണ് പ്രശ്നം എന്ന് ഇപ്പോഴും പറയാൻ പലർക്കും മടിയാണ്. ചിലർ പറയുന്നത്, ചില ആളുകൾ, അങ്ങനെയുള്ള ചില വിശേഷപ്പെട്ട ജനുസിൽപ്പെട്ട രാഷ്ട്രീയക്കാര് നമ്മുടെ കേരളത്തിലുണ്ട് ആവശ്യം പോലെ. ഈ അടുത്ത സമയത്ത് ഒരു വലിയ പാർട്ടിയുടെ, ഭാരതത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്വാനുണ്ട്. ആ പാവത്തിന് ഇവിടെ എന്താ സ്ഥാനം എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇവിടെ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അങ്ങേര് അവിടെ പറയിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ദൈവദിനത്തിന് വേറെ ജോലിയൊന്നും ഏൽപ്പിച്ചില്ല, ചൂലൊന്നും എടുത്ത് കൈ കൊടുത്തില്ല, അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു പടം എനിക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം, ഒരുപക്ഷെ ഭാരതത്തിലെ ഏറ്റവും വലിയ ദേശവിരുദ്ധ പ്രസ്താവന ഈ നടന്ന അക്രമത്തെക്കുറിച്ച് നടന്നത് ആ പോളിറ്റ് ബ്യൂറോയിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറിയായി, ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മനുഷ്യനാണ്. എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വിഭാഗം ആ ആക്രമണത്തെ വെള്ളപൂശാൻ ശ്രമിച്ചു. വേറെ ചില ആളുകൾ ഇപ്പൊ ജമ്മു കാശ്മീരിലെ ഭരണകൂടവും അവിടുത്തെ രാഷ്ട്രീയക്കാരും കൂടിയിട്ട് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തിയിട്ട് അവർ കുറച്ചുകൂടി ബൗദ്ധിക സത്യസന്ധത കാണിച്ചു. അവർ പറഞ്ഞു അവിടെ നടന്നതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു എന്ന്. ലക്ഷ്യം വെച്ചുള്ള ആക്രമണം. ആരെ ലക്ഷ്യം വെച്ചു എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ല അവിടെയും. വേറെയും ചില പാർട്ടികൾ പറഞ്ഞു ചില ആളുകളെ മതം നോക്കി. ഏത് മതം? എന്താണ് ഈ പ്രശ്നം? ഏതാണ് മതമെന്ന് പറയാൻ എന്താ പ്രശ്നം? പിന്നെ ചിലർ പറഞ്ഞു ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ട് ഭീകരതയ്ക്ക് മതമുണ്ട് എന്ന്. ഏതാണ് ആ മതമെന്ന് പറയുന്നേ? എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഇസ്ലാമാണ് ആ രോഗം, ഇസ്ലാമാണ് ആ മതം, ഇസ്ലാമിന്റെ അർത്ഥം ഭീകരത എന്നാണ്. ഇത് വസ്തുതയാണ്. നിങ്ങൾ വളഞ്ഞു ചുറ്റി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വളഞ്ഞു ചുറ്റി പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണെന്നറിയാമോ? വളഞ്ഞു ചുറ്റി പറയുന്നുണ്ട്. നാളെ മറ്റന്നാള് ഇന്ന് നമ്മുടെ ഒരു സഹോദരന്റെ ഒരു വ്ളോഗ്, ഒരു വീഡിയോ കാണാനിടയായി. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, ടി ജി മോഹൻദാസ് പറഞ്ഞത്. അതായത് നാളെ മറ്റന്നാള് അന്താരാഷ്ട്ര തലത്തിലെ മുഴുവൻ TV ചാനലുകളിലും പോസ്റ്ററുകൾ നിറയാൻ പോവുകയാണ്. ഒരു കൊച്ചുകുട്ടി ഒരു ചെറിയ വെള്ള വട്ടത്തൊപ്പി തലയിൽ വെച്ച്, ഒരു കൊച്ചുകുഞ്ഞ് തലയിലൊരു പാത്രവും വെച്ചിട്ട് എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പടം വരാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിലെ മിക്ക ഈ പറഞ്ഞ വിപ്ലവകാരികളുടെ ഹാൻഡിലുകളൊക്കെ ഇടാൻ പോകുന്ന പടമാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയൊരു ഹിന്ദു വിരോധിയായ, ഞാൻ അങ്ങനെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ശബരിമല ക്ഷേത്ര തന്ത്രികളുമായിട്ട് ബന്ധമുണ്ടെന്ന കപട പ്രഖ്യാപനമൊക്കെ നടക്കുന്ന ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയുണ്ട്. അയാൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളിങ്ങനെ മുസ്ലിം എന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ അപകടം? അവരൊക്കെ കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ചിലപ്പോൾ ടീഷർട്ട് ധരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹെയർ ബാൻഡ്, തലയിൽ ഹെഡ് ബാൻഡ് ധരിക്കാൻ തയ്യാറായേക്കും. എന്ത്? എനിക്ക് ദാഹിക്കുന്നു. ആർക്ക്? പാകിസ്ഥാന് ദാഹിക്കുന്നു.
പാകിസ്ഥാൻ ദാഹിക്കണം, പാകിസ്ഥാൻ ദാഹിക്കണം, യാതൊരു സംശയമില്ല. ദാഹിച്ചാലേ പറ്റുള്ളൂ. ഇന്ന് വെളുപ്പായപ്പോ, ഞാൻ പറയുന്നില്ല അത് ആരെങ്കിലും ചെയ്ത, പക്ഷെ ആരോ ചെയ്തതാണോ എന്താണെന്നറിയില്ല, ലാഹോറിലെ എയർപോർട്ടിൽ തീപിടുത്തമുണ്ടായി. ലാഹോറിലെ എയർപോർട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ, ഈ തീ കെടുത്താൻ വെള്ളം, അതിനുള്ള വെള്ളമെങ്കിലും തരണേ എന്ന്, തീ കെടുത്താനുള്ള വെള്ളമെങ്കിലും തരണേ എന്ന്. അപ്പോഴാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ രംഗത്തിറങ്ങിയിരുന്ന തൊട്ടടുത്ത ഒരു ഇസ്ലാമിക ഭീകര രാഷ്ട്രം ഇറാന്റെ തുറമുഖം കത്തി. തുടക്കത്തിൽ 80 പേർക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് നോക്കുമ്പോൾ 400 പേർക്കായെന്ന് പറയുന്നു. ഇത് ആർക്കെങ്കിലും പരിക്ക് പറ്റിയതിലുള്ള ആനന്ദം പ്രകടിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. ഭാരതത്തോട് എത്ര കാലമായി ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, എത്ര തവണ താക്കീത് നൽകി. കാർഗിൽ യുദ്ധ സമയത്ത് പോലും വിലക്കിയിട്ടില്ല ജലം, അല്ലെങ്കിൽ റദ്ദാക്കിയില്ല സിന്ധു നദി കരാറ്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു? നിരപരാധികളായ ആളുകളെ, ഒരു തരത്തിലും ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ, ഹിന്ദുക്കളാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അവരെ വെടിവെച്ച് കൊല്ലാൻ തയ്യാറായി. ഞാനിത് പഹൽഗാമിന്റെ കാര്യം കൂടി ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചത്, നമ്മൾ ഈ നേരിടുന്ന പ്രശ്നമില്ലേ, ചില ആളുകൾ അഴിച്ചുവിടുന്നതും അഴിച്ചുവിടാൻ പോകുന്നതുമായ നരേറ്റീവ് യുദ്ധം, നരേറ്റീവുകളുടെ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ കരുതിയിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പാളിപ്പോകുന്നത്? നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല. കൃത്യമായ കാര്യം പറയുന്നത് കൊണ്ട് എന്താ അപകടം ഉണ്ടാവുക? സത്യത്തിൽ ഈ പഹൽഗാമിന്റെ ഈ ആക്രമണത്തിന്റെ പിന്നിൽ ജമ്മു കാശ്മീരിലെ സ്ഥിതികൾ അവതാളത്തിലാക്കിയതിൽ ഒരു പങ്ക്, അതിന് സബ്ജുഡീസ് ആയാലും തരക്കേടില്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുപ്രീം കോടതി എന്നെ ശിക്ഷിച്ചാലും പ്രശ്നമില്ല, അതിലൊരു പ്രധാന പങ്ക് നമ്മുടെ സുപ്രീം കോടതിക്കില്ലേ? പ്രധാന പങ്ക് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, റദ്ദ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നുമല്ല, ഭരണഘടനാപരമായിട്ട് തന്നെ തീരുമാനമെടുത്ത, തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ വോട്ട് ചെയ്തിട്ടാണ് അത് പാസ്സായത്. അത് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത സർക്കാരിന് അന്ത്യശാസനം കൊടുക്കുകയാണ്. വരുന്ന സെപ്റ്റംബറിന് മുമ്പ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിക്കോളൂ. ഇപ്പോൾ പ്രസിഡന്റിന് അന്ത്യശാസനം കൊടുത്തില്ലേ, ഗവർണർമാർക്ക് അന്ത്യശാസനം കൊടുത്തില്ലേ? അവരിങ്ങനെ ഇരിക്കുകയാണ് അവിടെ. കൊളീജിയം തിരുമേനിമാർ അല്ലെങ്കിൽ കൊളീജിയം എമ്പുരാന്മാർ അവരവിടെ ഇരിക്കുകയാണ്. അവരിരുന്ന് അവരുടെ മക്കൾക്കും മരുമക്കൾക്കും കൂട്ടുകാർക്കും വീട്ടിൽ പണിയെടുക്കുന്നവർക്കും ഒക്കെ ജഡ്ജി ഉദ്യോഗം കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി. പിന്നെ ഈ ലൂട്ടിയൻ സർക്കിളിലെ മനോഹരമായ കൊട്ടാര സദൃശമായ വീടുകൾ വേറെ ആർക്കും പോകാതിരിക്കാൻ മക്കൾ തന്നെ ജഡ്ജി ആവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ട് അവരവിടെ ഇരുന്ന് തീട്ടൂരങ്ങൾ എഴുതി ഉണ്ടാക്കുക. ആരൊക്കെയാണ് അറിയുക ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതി ശാന്തമായോ ഇല്ലയോ എന്ന് അറിയുന്നത് ആർക്കാണ്? അത് ഡൽഹിയിലെ ശീതീകരിച്ച സുപ്രീം കോടതി മുറിയിലിരിക്കുന്നവർക്കാണോ? ഡൽഹിയിലെ ലൂട്ടിയൻ സർക്കിളിലെ ശീതീകരിച്ച രാജ കൊട്ടാരങ്ങളിൽ ഇരിക്കുന്നവർക്കാണോ? അതോ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന അവിടുത്തെ മിലിറ്ററിക്കാണോ? അവിടുത്തെ സുരക്ഷാ വിഭാഗത്തിനാണോ? അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിനാണോ അറിയാവുന്നത്? സിമ്പിളല്ലേ ചോദ്യം. പക്ഷെ എന്നിട്ടും അതിനെ പരിഗണിക്കാതെ ആജ്ഞാപിക്കുകയാണ്. ജനാധിപത്യ ബോധമുള്ള എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്ററും അത് തമ്മിൽ തർക്കിക്കുകയും തമ്മിൽ തല്ലുകൂടുകയും ചെയ്യുന്ന ആളുകൾ തെരുവിൽ നടക്കുന്ന തല്ലുപോലെ നടത്താൻ പാടില്ല എന്ന് ഉത്തമ ജനാധിപത്യ ബോധമുണ്ട് കേന്ദ്ര സർക്കാരിന് എന്നതുകൊണ്ട് അവർ പറഞ്ഞു നോക്കി. ആയിട്ടില്ല സാഹചര്യങ്ങൾ. പക്ഷെ എന്നാലും കൽപ്പന കല്ലേ പിളർക്കുമെന്ന് പറയില്ലേ, ഒരേറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരതിനെ അംഗീകരിച്ചു. ഫലമോ വേണ്ടത്ര പാകമല്ലാതിരുന്ന ജമ്മു കാശ്മീരിലേക്ക് വീണ്ടും ഭീകരവാദികളെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള, ഭീകരവാദികൾക്ക് ആക്സസ് ഉള്ള ഒരു സർക്കാർ വന്നു. ആക്സസ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ ഒരു തെളിവ് കൂടി പറഞ്ഞ് മുഖ്യ വിഷയത്തിലേക്ക് തിരിച്ചു പോകാം. ആക്സസ് ഉണ്ടെന്ന് പറയാൻ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പാണ് ശ്രീനഗറിലെ MP ഒരു അഭിമുഖ സംഭാഷണത്തിനിടയിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ മാറുകയല്ലേ, ശാന്തി വളരുകയല്ലേ? അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. നാഷണൽ കോൺഫറൻസിന്റെ, അതായത് അവിടെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാന നേതാവാണ്. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവിടെ ശാന്തി വരുന്നതിൽ, സമാധാനം വരുന്നതിൽ. സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. ശരി, അതുമല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയല്ലേ? ജമ്മു കാശ്മീരിന്റെ GDP-യിൽ കുതിച്ച് ചാട്ടമല്ലേ ഉണ്ടാകുന്നത്?
2 കോടിയിൽ പരം ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ മുഖം ചുവന്ന ഈ MP, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ആക്സസ് ഉള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞത്. അയാൾ പറയുകയാണ്, ഈ ടൂറിസം ഒരർത്ഥത്തിലുള്ള കൾച്ചറൽ ഇൻവേഷൻ ബൈ പർപ്പസ് ആൻഡ് ബൈ ഡിസൈൻ. അത് കൾച്ചറൽ ഇൻവേഷൻ ആണത്രേ. അതായത് എടപ്പള്ളിയിൽ നിന്ന് രാമചന്ദ്രനും കുടുംബവും അവിടെ പോയത് സാംസ്കാരിക ആക്രമണം നടത്താനാണെന്നാണ്. നേവി ഉദ്യോഗസ്ഥനായ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയും കൂട്ടി അവിടെ പോയത് സാംസ്കാരിക ആക്രമണം നടത്താനാണെന്ന് മുൻകൂറായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. ഇങ്ങനെ പറയുന്ന ആളുകളുടെ ഭരണകൂടം അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസിലൂടെ നമുക്ക് കിട്ടേണ്ട, കേന്ദ്രത്തിന് കിട്ടേണ്ടതായ ഇന്റലിജന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻപുട്സ് എന്തായിരിക്കും ഊഹിക്കാവുന്നത്. അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, സത്യത്തെ സത്യമായി പറയാൻ ഭരണകൂടവും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാധാരണ ജനങ്ങളും ഒരുപോലെ തയ്യാറാകണം. ഇനി വൈകിക്കൂടാ. നാളിതുവരെ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുകയായിരുന്നു, ചിലത് തുറന്നു പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടുകയായിരുന്നു, സദസ്സിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കുകയായിരുന്നു. ഇപ്പോൾ അത് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോവുകയാണ്. ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, ആത്മവിശ്വാസം കുറഞ്ഞു പോവുകയാണ് സത്യത്തെ സത്യമായി പറയാൻ. അതുകൊണ്ട് എന്തു പറ്റുന്നു, ഒരു ദുർബല ജനതയായി നമ്മൾ മാറിപ്പോകും ഇങ്ങനെ സംഭവിച്ചാൽ. മൈക്കൽ ഹോഫ് എന്ന് പറയുന്ന പ്രസിദ്ധനായ സാമൂഹ്യ ശാസ്ത്ര ചിന്തകനുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഹാർഡ് ടൈം ക്രിയേറ്റ് സ്ട്രോങ് മെൻ, സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ്, ഗുഡ് ടൈം ക്രിയേറ്റ്സ് വീക്ക് മെൻ ആൻഡ് വീക്ക് മെൻ ക്രിയേറ്റ്സ് ഹാർഡ് ടൈംസ്. അതായത് വിഷമമേറിയ കാലഘട്ടത്തിൽ പൊരുതി നിൽക്കുമ്പോൾ കരുത്തന്മാരുണ്ടായി വരും. അതിൽ നിന്ന് ആ കരുത്തന്മാരുടെ പരിശ്രമത്തിലൂടെ നല്ല കാലം വരും. നല്ല കാലം സൗജന്യമായി അനുഭവിക്കുന്നവർ ദുർബലരായിത്തീരും. ദുർബലർ വീണ്ടും ദുരിതപൂർണമായ കാലത്തെ തിരിച്ചു കൊണ്ടുവരും. നമ്മളിവിടെ ആ കരുത്തന്മാർ, പൊരുതിയ കരുത്തന്മാർ, മുമ്പേ നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു അത്തരക്കാരെ കുറിച്ച്. സനാതന ധർമ്മമാണ് ഈ രാഷ്ട്രത്തിന്റെ ദേശീയത്വം എന്ന് പറയാൻ മഹർഷി അരവിന്ദൻ ആരുടെയും മുഖം നോക്കിയില്ല, ആർക്കെങ്കിലും പരാതി ഉണ്ടാകുമോ എന്ന് നോക്കിയില്ല. കാരണം അദ്ദേഹത്തിനടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൗൺസിലറുമാകണ്ടായിരുന്നു, MLA ആകണ്ടായിരുന്നു, MP ആകണ്ടായിരുന്നു. അദ്ദേഹം സത്യമായിട്ട് പറഞ്ഞു, ഈ രാഷ്ട്രത്തിന്റെ ദേശീയത്വം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. വീര സവർക്കർ ആരെയും പേടിക്കാത്ത, സത്യത്തിന്റെ മുമ്പിൽ മാത്രമേ ആ ധീരന്റെ തല കുനിഞ്ഞിട്ടുള്ളൂ. വേറെ ആരുടെ, ഒരു ദൈവം തമ്പുരാന്റെയും മുന്നിൽ തല കുനിഞ്ഞിട്ടില്ല ആ ധീരന്റെ. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുത്വമാണ് ഈ രാഷ്ട്രത്തിന്റെ ദേശീയത്വം, ഒരു സംശയവും കൂടാതെ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതി അതെന്ത് എന്ന് വിശദീകരിക്കാൻ അല്പവും മടിച്ചില്ല. ഷിക്കാഗോയിലെ വലിയ സമ്മേളനത്തിൽ, നൂറുകണക്കിന് ആളുകളുള്ള സമ്മേളനത്തിൽ, അധികവും അന്യമതസ്ഥരിക്കുന്ന ആ മീറ്റിംഗിൽ, ആ ഷിക്കാഗോ പ്രസംഗം മാത്രം ഒന്ന് വായിച്ചു നോക്കുക, തൻ്റെ ഇടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പച്ചയായി പറഞ്ഞതെന്താ, നിങ്ങളെയൊക്കെ സംസ്കാരം പഠിപ്പിച്ചത് ഞങ്ങൾ തന്നെയാണ്, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ അമ്മയായ മതത്തെയാണ് എന്നാ പറഞ്ഞത്. മദർ ഓഫ് ഓൾ റിലീജിയൻസ്, ഐ ആം റെപ്രസെന്റിങ് ഇറ്റ്. ഇതൊരു അസാമാന്യമായ തൻ്റെ ഇടം വേണം. ഈ തൻ്റെ ഇടം എപ്പോഴാണ് നമുക്ക് കിട്ടുക? നേരത്തെ പറഞ്ഞ വിധത്തിൽ സത്യത്തോട്, സ്വത്വത്തോട്, തനിമയോട് അടുത്തു നിൽക്കുമ്പോഴാണ്. അതിനെക്കുറിച്ചുള്ള കൺവിക്ഷൻ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് പറയാനുള്ള തൻ്റെ ഇടം, തൻ്റേതായ ഇടം ഉള്ളവന്. വല്ലവൻ്റെ ഇടത്ത് കയറി നിൽക്കുന്നവന് ഇത് പറയാൻ പറ്റില്ല. തൻ്റെ ഇടത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ സത്യം പറയാൻ പറ്റുമോ, ഒന്നിനെയും പേടിക്കാതെ. ഇവരിൽ നിന്നൊക്കെ പ്രേരണ കിട്ടിയിട്ടാണ് ഭാരതത്തിന്റെ ധീരനായ ശാസ്ത്രജ്ഞൻ PC റായ്, കെമിസ്റ്റായിരുന്നു, കെമിസ്ട്രിയിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഭാരതത്തിന്റെ കെമിസ്ട്രിയുടെ ചരിത്രം എഴുതി, പേരിടാൻ മടിച്ചില്ല, ഹിന്ദു കെമിസ്ട്രി. ഇന്നിടുവോ ആരെങ്കിലും ആ പേര്? ഇത്തരക്കാരിൽ നിന്ന് പ്രേരണ കിട്ടിയിട്ടാണ്, ഇപ്പോൾ ആ പത്രം അങ്ങനെ അല്ലെങ്കിലും ഇത്തരക്കാരിൽ നിന്ന് പ്രേരണ കിട്ടിയിട്ടാണ് 1878 തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ട്രിപ്ലിക്കേനിലെ 6 സുഹൃത്തുക്കൾ, ട്രിപ്ലിക്കേൻ 6 എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവര്
ഒരുമിച്ച് കൂടി ജി സുബ്രഹ്മണ്യരുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി തീരുമാനിച്ചു, നമുക്കൊരു പത്രം തുടങ്ങണം ദേശീയ ബോധം ഉണ്ടാക്കാൻ. എന്തായിരിക്കണം ആ പത്രത്തിൻ്റെ പേര്? ദ ഹിന്ദു. ഒരു സംശയം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറിപ്പോയി. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇറങ്ങിയ ഹിന്ദു വായിച്ചാൽ പാകിസ്ഥാനിലെ ഡോൺ വായിക്കുന്ന പോലെയാണെന്ന് നമുക്ക് തോന്നുക. അതായത് പാകിസ്ഥാൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, പേടിച്ച് വിറച്ചു പോവുകയാണ് എന്ന മട്ടിലാണ് അവർ എഴുതുന്നത്. പോട്ടെ, ഏതായാലും തുടങ്ങുന്ന സമയത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്താ അവർ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും വലിയ ഭീകരമായ ഭീഷണി? പാകിസ്ഥാൻ സിംല കരാർ റദ്ദ് ചെയ്യും. എന്ത് പിണ്ണാക്കാണ് സിംല കരാർ റദ്ദ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? അവനാണ് അപകടം. വലിയ മണ്ടത്തരാണ്. കാരണം അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വേണ്ടെന്ന് അവർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കാം. എന്തായാലും ഇരിക്കട്ടെ, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു. പക്ഷെ തുടക്കത്തിൽ ഹിന്ദു എന്ന് പേരിടുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ബിനയ് കുമാർ സർക്കാർ പ്രഗത്ഭനായ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഹിന്ദു വ്യൂ ഓഫ് സോഷ്യൽ സയൻസ്, ഹിന്ദു വ്യൂ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇതിനൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഭാരതത്തിന്റെ വീക്ഷണം എന്ന അർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ. KP ജയ്സ്വാൾ ആ കാലത്ത് ഒരു പുസ്തകം എഴുതി. കാശി വിശ്വവിദ്യാലയത്തിലെ പ്രഗത്ഭനായ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ. അദ്ദേഹം പുസ്തകം എഴുതി, ഹിന്ദു പൊളിറ്റിക്കൽ സയൻസ്. ഇങ്ങനെ നിരവധി. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്കൊക്കെ തൻ്റെതായ ഇടമുണ്ടായിരുന്നു. ആ ഇടം അവർ കണ്ടെത്തിയതും നിലയുറപ്പിച്ചതും ഈ തനിമയോട്, ഭാരതത്തിൻ്റെ ദേശീയതയുമായി അവർക്ക് ശക്തമായ ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതിലൂടെ മാത്രമേ രാഷ്ട്രത്തെ വീണ്ടും വൈഭവത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപനത്തെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മൾ സംഘത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനതൊന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതിൽ വല്ല ആവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഒരു കാര്യത്തിൽ വലിയ ആശ്വാസമുണ്ട്. കാരണം എൻ്റെ ചുമതല ഉദ്ഘാടന പ്രസംഗം നടത്തുക എന്നുള്ളതാണ്. ഇവിടെ 1 മണിക്കൂർ മുമ്പ് വരെ എൻ്റെ ഉത്തരവാദിത്വം മുഖ്യപ്രസംഗം നടത്തുക എന്നുള്ളതായിരുന്നു. ഗവർണർ വന്നിരുന്നെങ്കിൽ മുഖ്യപ്രസംഗം നടത്തുന്നത് കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ സഞ്ജയേട്ടൻ ആ ഉത്തരവാദിത്വം സ്തുത്യർഹമാവണ്ണം നിർവഹിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ വസ്തുതയെ പശ്ചാത്തലമായി നിർത്തിക്കൊണ്ട് സംഘസ്ഥാപനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്ന ഒരു സംഭവമാണ്. അതും പലവട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതവുമായിട്ടാണ്. സ്വാമി വിവേകാനന്ദനാണോ ഇനി സംഘം തുടങ്ങിയത് എന്നൊന്നും ചോദിക്കരുത്. സ്വാമി വിവേകാനന്ദൻ സംഘം തുടങ്ങി എന്ന് ഞാൻ പറയില്ല. സ്വാമി വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സർസംഘയാലകാവുമായിരുന്നു എന്നും ഞാൻ പറയില്ല. ഈയിടെ മറ്റേ പറഞ്ഞ ജനറൽ സെക്രട്ടറിയിൽ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പാവം ഈയിടെ പറഞ്ഞു, യേശു ക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായേനെ എന്ന് അദ്ദേഹം പറയുണ്ടായി. ഞാൻ ഏതായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതായാലും സ്വാമിജിയിൽ നിന്ന് നമ്മൾ പ്രേരണ ഉൾക്കൊള്ളുന്നുണ്ട്. സ്വാമിജി 897 തൻ്റെ ആ വിശ്വപ്രസിദ്ധമായ ദിഗ്വിജയ യാത്രയൊക്കെ പൂർത്തീകരിച്ച് സാംസ്കാരികമായ, ആധ്യാത്മികമായ, ബൗദ്ധികമായ ഒരു വലിയ ചുഴലിക്കാറ്റ് പാശ്ചാത്യ നാടുകളിലെമ്പാടും, ദ സ്പിരിച്വൽ ഹറിക്കെയിൻ, അത് അഴിച്ചുവിട്ടിട്ട് തിരിച്ചു ഭാരതത്തിലേക്ക് എത്തി വിജയശ്രീലാളിതനായി. ഭാരതത്തിലെ ഓരോ മുക്കിലും മൂലയിലും, കൊളംബോ മുതൽ അൽമോറ വരെ അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ കിട്ടി. ആ സ്വീകരണ യോഗങ്ങളുടെ ക്ഷണപത്രങ്ങളിലെല്ലാം ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ എഴുതിയിരുന്നൊരു വിശേഷണമുണ്ട്, ഹിന്ദു രാഷ്ട്രക്കെ പുരോധ. ഹിന്ദു രാഷ്ട്രക്കെ. ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ സഖാവാണെന്നും പറഞ്ഞ് നടക്കുന്ന നമ്മുടെ ഇവിടുത്തെ സഹാക്കന്മാരൊക്കെ അതൊന്നെടുത്ത് വായിച്ചു നോക്കണം. ഹിന്ദു രാഷ്ട്രക്കെ പുരോധ എന്ന് വെച്ചാൽ ദ പയനിയർ ഓഫ് ഹിന്ദു രാഷ്ട്ര, ഹിന്ദു രാഷ്ട്രത്തിന്റെ അഗ്രേസർ, മുൻനടത്തക്കാരൻ എന്നാണ് സ്വാഗത പ്രസംഗങ്ങൾ നടന്നത്, ക്ഷണപത്രങ്ങൾ അച്ചടിച്ചത്. അദ്ദേഹത്തിന് കൊടുത്ത സമ്മാന പത്രത്തിൽ എഴുതിയിരുന്നത് അതാണ്. ഇരിക്കട്ടെ, അന്ന് അദ്ദേഹം ചെന്നൈയിൽ വന്ന ഒരു പരിപാടി പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ നാവിൽ നിന്ന് തന്നെ പലവരും കേട്ടിട്ടുണ്ടാവും. ക്ഷമിക്കണം, അത്തരക്കാര് ഒന്നുകൂടെ കേട്ടോളുക. കാരണം അതിന് ചരിത്രപരമായ വലിയ പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. അവിടുത്തെ ആ ചെന്നൈയിലെ പരിപാടി സംഘടിപ്പിച്ചത് യുവാക്കളും വിദ്യാർത്ഥികളുമായ ദേശഭക്തന്മാരാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ആ പരിപാടിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ നോക്കി സ്വാമി വിവേകാനന്ദന്റെ അത്യുജ്വലമായ റൊമാറോളാങ്ങിൻ്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആ വാക്കുകൾ തീകോരിയിടുന്നതായിരുന്നു, ഒപ്പം രോമാഞ്ചമുണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്യഖണ്ഡങ്ങൾ ബീഥോവന്റെ സംഗീതം പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ, ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കപ്പെടുന്ന ആംഗല കവിതകൾ, അത്
യുദ്ധക്കളത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന പട്ടാളത്തിൻ്റെ രണവാദ്യ ഘോഷം പോലെ തോന്നി. നേരിട്ടല്ലാതെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ വാക്കുകൾ അച്ചടിച്ചു വന്നത് വായിക്കുന്ന എന്നിലെത്ര രോമാഞ്ചമാണത് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ ധീരൻ അത് നേരിട്ട് പറയുമ്പോൾ അവിടെ ഇരുന്നവരുടെ മനസ്സിലൂടെ ഉള്ളിലൂടെ കടന്നുപോയിരിക്കാവുന്ന ആലക്തികാഘാതം എത്ര ശക്തമായിരിക്കും. ഇങ്ങനെയാണ് റോമോ റൊളാങ്ങിൻ്റെ രാമകൃഷ്ണപരമഹംസരെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം എഴുതിയത്. അങ്ങനെയുള്ള ഉജ്ജ്വലമായൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ വെച്ച് എവിടെയോ അദ്ദേഹം പറയുന്നു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മൈ ബ്രദറൻ, മൈ ഹിന്ദു ബ്രദറൻ, യു ഹാവ് ടു ബി സ്ട്രോങ് ഇനഫ് ടു ഷെഡ് അവേ ദ ബ്രിട്ടീഷ് യോക്സ് ഫ്രം യുവർ ഷോൾഡേഴ്സ്. നിങ്ങളുടെ തോളിൽ നിന്ന് ഈ അടിമത്തം ദൂരെ എറിയാൻ നിങ്ങൾ കരുത്ത് സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞ പ്രസംഗമാണ്. ഭാരതമാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് ഇനി വരുന്ന 50 വർഷക്കാലത്തേക്ക് ഭാരതമാതാവായിരിക്കണം, അതുമാത്രമായിരിക്കണം, അവൾ മാത്രമായിരിക്കണം നമ്മുടെ ആരാധ്യ ദേവത വരുന്ന 50 വർഷത്തേക്ക്. 897 പറഞ്ഞൊന്നുകൂടി ഓർത്തു വയ്ക്കൂ. 50 കൂടെ കൂട്ടിയാൽ എത്രയാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അങ്ങനെയുള്ള പ്രസംഗം കഴിഞ്ഞ സമയം സ്വാഭാവികമായിട്ടും സംഘാടകരിൽ ചിലർ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്വാമിജിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു സംഘാടകനായ യുവാവ്. ആ യുവാവിന് ഒരുപക്ഷെ സ്വാമിജിയുടെ വലിപ്പത്തെക്കുറിച്ച് അത്രയൊന്നും അറിയുമായിരുന്നില്ലേ, അതോ മാസ്മരികമായ പ്രഭാഷണത്തിൽപ്പെട്ട് ബോധം നഷ്ടപ്പെട്ടു പോയതാണോ എന്നും അറിയില്ല. ആ ചെറുപ്പക്കാരൻ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, രാഷ്ട്രഭക്തിയെക്കുറിച്ച്, ഭാരതമാതാ പൂജയെക്കുറിച്ച് ഒക്കെയും പറഞ്ഞു. പക്ഷേ എനിക്കൊരു സംശയം, എന്തുകൊണ്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങ് നേതൃത്വം കൊടുക്കാത്തത്? ഇത് സംഘത്തോടും ചോദിക്കാറുണ്ട് പലരൊക്കെ. 25 മുതൽ 47 വരെ സംഘം എത്ര സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുണ്ട്? ചോദിക്കുന്നവന്മാരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും നമുക്ക്. ഇരിക്കട്ടെ, അത് പിന്നീട് വരാം, നമുക്ക് ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. ഏതായാലും സ്വാമിജിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ സ്വാമിജി സ്വാഗതം ആ ചെറുപ്പക്കാരനെ അടിമുതൽ മുടിവരെ ഒന്ന് നോക്കി. അതിനുശേഷം അവനോട് കാരുണ്യത്തോടെ ആ ഗംഭീര മനസ്കൻ ഉത്തരം പറഞ്ഞു, യെസ് മൈ ബോയ്, ഐ ഷാൽ എൻറ്റർ. ശരിയാ മോനെ, ഞാൻ ഇറങ്ങാം, നാളെ തന്നെ ഇറങ്ങാം. നാളെ തന്നെ ഇറങ്ങുക മാത്രമല്ല, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരികയും ചെയ്യാം. സ്വാമിജിക്ക് കഴിയും. കാരണം അത് ഇച്ഛാശക്തി മനുഷ്യാകാരം പൂണ്ടെത്തിയ ഒരു അപൂർവ അവതാരമാണ്. ഇച്ഛാശക്തിയാണത് മുഴുവൻ. നിശ്ചയിച്ചാൽ അത് നടത്തും. അദ്ദേഹത്തിന് അത് കഴിയും. എല്ലാവർക്കും സന്തോഷമായി, സ്വാമിജി നാളെ മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചല്ലോ എന്ന മട്ടിൽ. പക്ഷേ കുറച്ചൊന്ന് നിർത്തിയതിന് ശേഷം സ്വാമിജി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആ കൂട്ടത്തോട്. പോരാ, രാഷ്ട്രത്തോട്, മുഴുവൻ രാഷ്ട്രത്തോടായി അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. വാങ്ങിത്തരാം സ്വാതന്ത്ര്യം, ബട്ട് വിൽ യു ബി ഏബിൾ ടു കീപ്പ് ഇറ്റ്? ഇപ്പം ഞാൻ വാങ്ങിത്തന്നാൽ ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ, പുലർത്താൻ, കാത്തുവയ്ക്കാൻ, അതിനെ മുന്നേറാനുള്ള, കുതിച്ചു മുന്നേറാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി ഉപയോഗിക്കാൻ പറ്റും? ഇതായിരുന്നു സ്വാമിജി ചോദിച്ചതിൻ്റെ അർത്ഥം. ആർക്കും വ്യക്തമായ ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. സ്തംഭിച്ചുപോയി. ആ സ്തംഭിച്ചു നിൽക്കുന്ന ശ്രോതാക്കളോടായി സ്വാമിജി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കൃത്യമായ ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണ് ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യം അർഹമാകുന്നത്? ആ സമൂഹം സ്വാതന്ത്ര്യത്തിന് അർഹരാണ് എന്ന് എപ്പോഴാണ് പറയാൻ കഴിയുക? ആ സമൂഹം അഥവാ രാഷ്ട്രം അതിനെ സൃഷ്ടിച്ചെടുത്ത ശ്രേഷ്ഠമായ അതിൻ്റെ അടിസ്ഥാന ഗുണം, ആദർശം, തത്വം, നേരത്തെ പറഞ്ഞ രസം. ആ കിത്തത്തെ വെറുതെ ഞാൻ ഉദ്ധരിച്ചതല്ല തുടക്കത്തിൽ, അങ്ങനെ ഒരു ഓർമ്മ വന്നിട്ട് അങ്ങ് പറഞ്ഞതുമല്ല. ഈ രാഷ്ട്രത്തിൻ്റെ രസത്തെ മനസ്സിലാക്കി, രാഷ്ട്രത്തിൻ്റെ തനിമയെ മനസ്സിലാക്കി, രാഷ്ട്രത്തിൻ്റെ ആദർശത്തെ മനസ്സിലാക്കി. കാരണം ഓരോ രാഷ്ട്രത്തിനും ഓരോ ആദർശമുള്ളത്. ഓരോ രാഷ്ട്രം ഈ ലോകത്ത് പിറന്നു വീണിട്ടുള്ളത് ഓരോ വ്യക്തി ഓരോ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിറന്നത് എന്ന് പറയുന്നത് പോലെ വിജയിക്കുന്നവരാരാ? ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുന്നവരാണ്. പരാജയപ്പെടുന്നവരാരാ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണ്. എന്നാൽ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ്. ഓരോ രാഷ്ട്രത്തിനും ഓരോ ലക്ഷ്യമുള്ളത്, ഓരോ ലക്ഷ്യം. നമ്മൾ വിചാരിക്കുന്നുണ്ടോ എല്ലാ രാഷ്ട്രവും ഒരുപോലെയാണെന്ന്? ഈ എല്ലാ മതവും ഒരുപോലെയാണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു മണ്ടത്തരമാണ് അത്. വെറുതെ മതസമ്മേളനങ്ങളിൽ വിളിച്ചു പറയാൻ കൊള്ളാം എല്ലാ മതവും സമാനമാണ് എന്ന്. സ്ത്രീകളെ ദേവികളായി ആരാധിക്കുന്ന ഹിന്ദുധർമ്മത്തെ എങ്ങനെയാണ് സ്ത്രീകളെ വിളനിലമായി കണക്കാക്കുന്ന മതങ്ങൾ താരതമ്യം ചെയ്യുന്നത്? കുമ്മായവും പഞ്ചസാരയും വെളുത്തതായതുകൊണ്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഗുണങ്ങളുടെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സത്യാനന്ദ സരസ്വതി സാധാരണ പറയാറുണ്ട്, ഇത്രയും വലിയ മണ്ടത്തരം, വങ്കത്തരം വേറൊന്നില്ല, താരതമ്യം ചെയ്യാൻ പറ്റില്ല.
ഓരോ രാഷ്ട്രത്തിനും വേറെ വേറെ ഉദ്ദേശമുള്ളത്. സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉദ്ദേശം സമ്പൂർണ്ണ മാനവ വംശത്തെയും സ്പിരിച്വലൈസ് ചെയ്യുക എന്നതാണ്, ആധ്യാത്മികീകരിക്കുക എന്നതാണ്. സ്പിരിച്വലൈസ് ദ ഹോൾ ഹ്യൂമൻ റേസ്. അദ്ദേഹം പറയും, ദാറ്റ് ഈസ് ദ റേസ് ആൻഡ് എ ഡെറ്റർ ഓഫ് ഹെർ. അവളുടെ, അവൾ എന്ന് പറഞ്ഞാൽ ഭാരതം, അവളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതാണ്, ജീവിതത്തിൻ്റെ തത്വം അതാണ്. അപ്പം ആ തത്വം നടപ്പിലാക്കാൻ ആധ്യാത്മിക തരത്തിലേക്ക് ആധ്യാത്മികമായി നമ്മൾ ഉയരുന്നത് എപ്പോഴാണ്? സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ത്യാഗവും സേവനവും ജീവിതവ്രതമാക്കുകയാണ് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ലക്ഷണം. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ വിശദീകരിക്കുന്ന, രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തു ചെയ്യണം എന്ന പ്രഭാഷണം നടത്തുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, റിനൗൺസിയേഷൻ ആൻഡ് സർവീസ് ആർ ദ നാഷണൽ ഐഡിയൽസ് ഓഫ് ദിസ് ഗ്രേറ്റ് നേഷൻ. If you want to strengthen her in those channels, and rest will take care of itself. തന്നെ നടന്നോളും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചാനൽ ശക്തിപ്പെടുത്തണം. ഏത് ചാനൽ? ആധ്യാത്മികതയുടെ ചാനൽ. ആധ്യാത്മികതയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ സേവനവും ത്യാഗവും, വിചാരത്തിൻ്റെ തലത്തിൽ, ആന്തരികമായ ബോധത്തിൻ്റെ തലത്തിൽ ത്യാഗം, അത് പ്രകടമാക്കേണ്ടത് എങ്ങനെ? സേവനത്തിലൂടെ. ദീസ് ആർ ദി നാഷണൽ ഐഡിയൽസ്. നമ്മുടെ ദേശീയ ആദർശം അതാണ്. അതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ശക്തിപ്പെടുത്തിയാൽ ഈ രാഷ്ട്രത്തെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ കഴിയും. കാരണം അത് സ്വയം പ്രവർത്തിക്കുന്നതാണ്, ആ സിസ്റ്റം സ്വയം പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരർത്ഥത്തിൽ ഈ ഗംഭീരമായ ചോദ്യം അഷ്ടദിക്കുകളിലും ഒരുപോലെ പ്രകമ്പനം കൊണ്ട ആ ചോദ്യം, വിൽ യു ബി ഏബിൾ ടു കീപ് ഇറ്റ്? നിങ്ങൾക്കത് സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ആ ചോദ്യമില്ലേ, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരു കൃതിയിലൂടെ, ഒരു പ്രവർത്തനത്തിലൂടെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗവാർ 1925 വിജയദശമി ദിവസം നിർവഹിച്ചത്. അതാണ് അദ്ദേഹം നിർവഹിച്ചത്, ഒരു പ്രവർത്തനത്തിൽ, ബൈ ആൻ ആക്ഷൻ. അദ്ദേഹം വീണ്ടും ഒരു പ്രസംഗം നടത്തുകയല്ല എന്നെ പോലെ, അതിനെക്കുറിച്ച് വീണ്ടും ഒരു പ്രസംഗം, ഒരു ഹിന്ദു സമ്മേളനം നടത്തുകയല്ല ഗോപാൽജിയെ പോലെ. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കുകയാണ് ചെയ്തത്. എന്തു ചെയ്തു? അവിടെ നാഗപ്പൂരിലെ പരിസര പ്രദേശത്തുള്ള ചിന്തിക്കുന്ന, പ്രവർത്തിക്കാൻ ശേഷിയുള്ള ആദർശ സമ്പന്നന്മാരായ 10-16 കുട്ടികളെ സംഘടിപ്പിച്ചു. ഈ സംഘത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഈവൻ അധികാരികൾ പോലും 5 കുട്ടികളെ വെച്ചിട്ടാണ് സംഘം തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞു കളയും. ചരിത്രം പറയുന്നവർ പ്രത്യേകിച്ച്. അവരാരും എനിക്ക് തോന്നുന്നില്ല സംഘം എവിടെയാണ് തുടങ്ങിയത്, അവിടെ പോയിട്ടുണ്ടാവും തോന്നുന്നില്ല. പോയിട്ടുണ്ടാവും, പക്ഷെ അത് കണ്ടു കാണില്ല. എന്നുവെച്ചാൽ സംഘം തുടങ്ങിയ മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ ജിയോടൊപ്പം ആ വിജയദശമി ദിവസം എത്ര പേരുണ്ടായിരുന്നു എന്ന്. ഡോക്ടർ ജി അടക്കം 17 പേരുണ്ടായിരുന്നു. അവരുടെ പേരുകളെല്ലാം എഴുതിയിട്ടുണ്ട്. പിഞ്ചു കുട്ടികൾ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടം ഉണ്ടാവും. ഓ, ആ പിഞ്ചു പിള്ളേരെ കൊണ്ട് ബാലവേല ചെയ്യിച്ചു കളഞ്ഞല്ലോ ഡോക്ടർ ജി എന്ന് തോന്നിപ്പോവും. പിഞ്ചു കുട്ടികളൊന്നും ആയിരുന്നില്ല. അവര് എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞവരായിരുന്നു, ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുന്നവരായിരുന്നു. 1-2 പേർ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവരായിരുന്നു. കുട്ടികളാണ്, വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളാണ്, ശരിയാണ്. താരുണ്യത്തിലേക്ക് പ്രവേശിച്ചവർ, തരുണന്മാർ, അവരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ വെച്ചിട്ട് അദ്ദേഹം അന്ന് ആദ്യം പറഞ്ഞതെന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, ഇന്ന് സംഘം തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. സാധാരണ പറയും, അതിന് നമ്മളൊരു പാശ്ചാത്യ വാചകം കടമെടുക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായി എന്ന് പറയില്ലേ? ഏതാണ്ട് അതേപോലെ ആ സംഘത്തിൻ്റെ ആദിയിൽ ഒരു വചനമുണ്ടായി. എന്താണ് ആ വചനം? സംഘം തുടങ്ങുകയാണ് ഇന്നു മുതൽ. ആര് തുടങ്ങുന്നു എന്ന്? ഞാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഒരു പരിധിയോളം ചിന്തിച്ചാൽ നമ്മൾ പോലുമല്ല സ്ഥാപകന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുതൽ സംഘം തുടങ്ങുകയാണ്. പേരുണ്ടോ എന്ന്? സംഘത്തിന് പേരുമില്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇല്ല. സംഘം തുടങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഒരു പൂമൊട്ട് വിടരുന്ന സ്വാഭാവികതയോടെ, സൂര്യൻ ഉദിക്കുന്നത് പോലെ സ്വാഭാവികമായി, ഒരു തിരയടിച്ച് ചിതറുന്നത് പോലെ സ്വാഭാവികമായി, ഒരു പുഴയൊഴുകി പരക്കുന്നത് പോലെ, സുഗന്ധവാഹിയായ ഒരു കാറ്റ് നമ്മളെ തഴുകുന്നത് പോലെ, അത്ര കണ്ട് സ്വാഭാവികമായ ഒന്ന്. അതാണ് ജീവമാനമായ ഓർഗാനിക് ആയിട്ടുള്ള സംഘത്തിൻ്റെ പിറവി. അത് ജൈവ പ്രകൃതിയാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതല്ല. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആരൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിച്ച് പേര് നിശ്ചയിച്ചിട്ട് താഷ്കൻഡിൽ വിളിച്ചുകൂട്ടി ഉണ്ടാക്കിയ സാധനമല്ല ഇത്. പ്രസിഡന്റ് ആരായിരിക്കണം, എൻ്റെ കുടുംബത്തിലെ ആരായിരിക്കണം എന്ന് നിശ്ചയിച്ച്
അന്താരാഷ്ട്ര സമ്മേളനം വിളിച്ചുകൂട്ടി, ഓഫീസ് നിശ്ചയിച്ച്, അതിനേക്കാൾ മുമ്പ് രസീത് കുറ്റിയടിച്ച്, അതിനേക്കാൾ മുമ്പ് പിരിവ് നടത്തി തുടങ്ങിയതല്ല ഇത് സ്വാഭാവികമായി ഉണ്ടായതാണ്. ദാദാറാവ് പരമാർത്ഥ് എന്ന് പറഞ്ഞ സംഘത്തിൻ്റെ ഒരു പ്രചാരകനുണ്ടായിരുന്നു, ആദ്യകാല പ്രചാരകനാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ബുദ്ധിജീവി, അതൊരു വലിയ രോഗമാണ് കേട്ടോ ഈ ബുദ്ധിജീവിത്വം, ഞാൻ ഈ അധികം പരിചയപ്പെടുത്തരുതെന്ന് ഈ ശ്രീമാർജിയോടൊക്കെ പറയാനുള്ള കാരണമാണ്, ഇത്തരത്തെ വലിയ ചീത്തവാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു കളയും, അതുകൊണ്ടാണ്, അതിനെ നിയന്ത്രിക്കാനാണല്ലോ, അത് വഴക്ക് പറഞ്ഞല്ല ശ്രീമാർജി. ഈ ബുദ്ധിജീവിത്വം എന്ന് പറയുന്ന ഒരു മഹാരോഗമാണ്, ചികിത്സയില്ലാത്തൊരു അസുഖമാണ്. നിങ്ങൾ എത്ര അസുഖം മരുന്ന് കൊടുക്കാമെന്ന് സ്വയം എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു വിദ്വാൻ എന്ന് വിചാരിച്ചോളൂ. അയാൾ ദാദാറാവ് പരമാർത്ഥിനോട് ചോദിച്ചു, നിങ്ങൾ വലിയ പ്രസംഗമൊക്കെ നടത്തി, ഒരു വരിയിലൊന്ന് നിർവചിക്കാമോ ഈ RSS എന്താണ് എന്ന്. കേട്ട മാത്ര കേൾക്കാത്ത മാത്ര ദാദാറാവ് പരമാർത്ഥി ചാടി എഴുന്നേറ്റു സദസ്സിൽ നിന്ന്. എന്നിട്ട് കയ്യിലിരുന്ന കെയിൻ, അദ്ദേഹം ഡോക്ടർ ജിയെ പോലെ എപ്പോഴും ഒരു കെയിൻ, NCC കമാൻഡർമാർ കൊണ്ടു നടക്കുന്ന പോലെ ഒരു ചൂരൽ കെയിൻ കൊണ്ടു നടക്കും, അത് മുന്നിലുള്ള മേശയിൽ ടപ്പേ എന്നൊരു അടിയടിച്ചു. ഒടിഞ്ഞോന്ന് എനിക്കറിയില്ല. അതിനുശേഷം മനസ്സിൽ നിന്ന് പൊട്ടിത്തെറിച്ചു വന്ന 2 വരി കവിത, ഇംഗ്ലീഷ് കവിത, ഇംഗ്ലീഷിലാണ് പ്രസംഗം, തമിഴ്നാട്ടിലാണ്. അദ്ദേഹം ഇംഗ്ലീഷിലൊരു കവിതയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, RSS is an evolution of the life mission of the Hindu nation. RSS is an evolution. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംഘമെന്ന് പറയുന്നത് ഒരു ജൈവ പരിണതിയാണ്, ഒരു പരിണാമമാണ്. എന്തിൻ്റെ പരിണാമം? ഭാരതമെന്ന ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിലേക്കുള്ള പ്രയാണത്തിൽ സംഭവിച്ച ഒരു പരിണാമം. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അറിയുന്നവരാണ് നിങ്ങൾ. സാധാരണ പറയുന്ന പരിണാമ സിദ്ധാന്തം എന്താണ്? ഒരു ജീവി സഹസ്രാബ്ദങ്ങളോളം ജീവിച്ചതിന് ശേഷം ചില ജീവൽ കൃത്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് പുതിയ അവയവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതിനെയൊക്കെയാണ് ഡാർവിൻ പരിണാമമായിട്ട് പറഞ്ഞത്. കുറേ കാലത്തെ ചിന്ത കൊണ്ട് ഇതെനിക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ജീവിക്ക് തോന്നി ഒരു സാധനം ഇങ്ങനെ കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാമല്ലോ എന്ന്, അതൊരു ബലമാണല്ലോ എന്ന്. കാലുകൊണ്ട് പ്രയോജനമില്ല എന്ന് ഉരകങ്ങൾക്ക് തോന്നിയപ്പോൾ അത് തേഞ്ഞ് 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 ഇല്ലാതെയായി. പെരുമ്പാമ്പുകളുടെ പിന്നിൽ നോക്കിയാൽ ആ തേഞ്ഞു പോയപ്പോൾ ആ കാലിൻ്റെ 2 കാലിൻ്റെ അംശങ്ങൾ ഇപ്പോഴും കാണാം. ആവശ്യമില്ലാതായാൽ ചിലത് ഇല്ലാതെയാകും. അതേപോലെ ആവശ്യമുള്ളത് ചിലതാ ഉൾപ്രേരണ കൊണ്ട്, ഉൾചേതന കൊണ്ട്, തീവ്രമായ ഇച്ഛ കൊണ്ട് ഉരുത്തിരിഞ്ഞു വരുമത്രേ. എനിക്കറിയില്ല. ഇതിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ജീവിത ദൗത്യ നിർവഹണത്തിലേക്കുള്ള പ്രയാണത്തിൽ, യാത്രയിൽ, ആ ദൗത്യം നിർവഹിക്കാൻ ചില കാരണങ്ങളെ കൊണ്ട് രാഷ്ട്രത്തിന് കഴിയാതെ വന്നപ്പോൾ അതിനുവേണ്ടി രാഷ്ട്രത്തെ സജ്ജമാക്കാൻ, കരുത്തുറ്റതാക്കാൻ, രാഷ്ട്രത്തിൻ്റെ അന്തശ്ചോദനയിൽ നിന്ന് സ്വയം പുറത്തു വന്ന ഒരു പരിണാമമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഒരു സ്വാഭാവികമായ ക്രിയയാണ്, അതാരും കൃത്രിമമായി ഉണ്ടാക്കിയതല്ല. ഒരർത്ഥത്തിൽ ഇതൊരു തുടർച്ചയുമാണ്. ഏത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നത്. ഇത്തവണത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അംഗീകരിച്ച ഒരു സങ്കല്പ പത്രമുണ്ട്, ഒരു പ്രതിജ്ഞാപത്രം. ഇവിടെ ഇരിക്കുന്നതിൽ സ്വയംസേവകരായവർ തീർച്ചയായിട്ടും ആ പ്രതിജ്ഞാപത്രം വായിച്ചിട്ടുണ്ടാവും. 100ാം വർഷത്തോടനുബന്ധിച്ച് സംഘം പ്രഖ്യാപിച്ച ഒരു പ്രതിജ്ഞാപത്രമാണ്. സങ്കല്പ പത്ര എന്ന് ഹിന്ദിയിലും റിസോൾവ്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും അത് അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, വേദകാലത്തോ വേദപൂർവകാലത്തോ ഭാരതത്തിനുണ്ടായിരുന്നതായ ആ ഐശ്വര്യത്തിന് കാരണമായ ജീവിതശൈലിയെ, ജീവിത രീതിയെ, അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയെ പുനരാവഹിക്കാൻ വേണ്ടിയിട്ട് ആ യാത്രയിൽ, ആ ചരിത്രത്തിൽ ഇന്നത്തെ കണ്ണിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇന്നത്തെ കണ്ണിയാണ്. ആ കാലഘട്ടത്തിലെ മഹത്വങ്ങളുടെ തുടർച്ചയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതുതന്നെയാണ് ദാദാറാവ് പരമാർത്ഥ് പറഞ്ഞത്. അന്നങ്ങനെ 25 വിജയദശമി ദിവസം ഒരുമിച്ച് കൂടി. ഒറ്റ ഉദ്ദേശമാണ് ആ പ്രവർത്തനത്തിലുണ്ടായിരുന്നത്. ആ ഉദ്ദേശം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഫിലോസഫിക്കലായ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ തോയിൻബിയെ കുറിച്ചൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ശ്രമിച്ചത്. ഈ രാഷ്ട്രത്തിൻ്റെ തനിമയായ ഹിന്ദുത്വത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ, ജീവിതത്തെ അടുപ്പിച്ചു കൊണ്ടുവരിക. അതുവഴി ഈ രാഷ്ട്രത്തെ വീണ്ടും പരമവൈഭവ പദത്തിലേക്ക് കൊണ്ടുപോവുക. അതിന് പാകമാക്കണമെങ്കിൽ ഒരു വലിയ ശിക്ഷണം ആവശ്യമാണ്, ഒരു പരിശീലനം ആവശ്യമാണ്. ശരീരത്തിൻ്റെ സർവകോശങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു പ്രശിക്ഷണം ആവശ്യമാണ്. ഏതൊക്കെയാ കോശം? അന്നമയ കോശം അഥവാ ശരീരം, പ്രാണമയ കോശം അഥവാ നമ്മുടെ പ്രാണനാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൻ്റെ അതിൻ്റെ ഉള്ളിലെ
ഘടകം, കോശമല്ലെങ്കിൽ കൂട്, അതിൻ്റെ ഉള്ളിലെ കൂടായ മനോമയ കോശം, മനസ്സിന് പരിവർത്തനം ഉണ്ടാകണം. അതിനപ്പുറത്ത് വിജ്ഞാനമയമാകുന്ന ഒരു കോശമുണ്ട്, അതിന് പരിവർത്തനം വരണം. അതിൻ്റെ എല്ലാം അകത്ത് ചിത്തായി വിരാജിക്കുന്ന ആനന്ദമയ കോശത്തിലും പരിവർത്തനം ഉണ്ടാവണം. ഇതൊക്കെ വലിയ സാങ്കേതികമായ കാര്യമാണ്. ഇതൊക്കെ നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഒരു സൈദ്ധാന്തിക പത്രം ഡോക്ടർ ജി ഇറക്കിയില്ല. ഡോക്ടർ ജി അതിന് പറയാതെ തന്നെ ആ കാര്യം നടപ്പിലാക്കാൻ നിത്യേന നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞു. ശരീരത്തെ അതിന് പാകപ്പെടുത്തിയില്ലെങ്കിൽ, പ്രാണനെ അതിനനുസരിച്ചുള്ള സഞ്ചാരത്തിന് തയ്യാറാക്കിയില്ലെങ്കിൽ, മനസ്സിനെ സംസ്കരിച്ചില്ലെങ്കിൽ, ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കിയില്ലെങ്കിൽ, രാഷ്ട്രസമർപ്പിതമായ ബുദ്ധി സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ, ഒരു ആധ്യാത്മിക ദൃഷ്ടി എന്ന് പറഞ്ഞാൽ വലിയ വിഭൂതിയൊക്കെ അണിഞ്ഞ് രുദ്രാക്ഷമൊക്കെ അണിഞ്ഞ് നടക്കണം എന്നല്ല. നേരത്തെ പറഞ്ഞു, വിവേകാനന്ദൻ അതും പറഞ്ഞു, സേവയുടെയും ത്യാഗത്തിൻ്റെതുമായ ജീവിതശൈലി, അതിലൂടെ ആധ്യാത്മികമായ പരിവർത്തനം, ഇതഞ്ചും നടത്താൻ പാകത്തിനുള്ള ഒരു ഉജ്ജ്വലമായ പ്രവർത്തന പദ്ധതി. ചരിത്രത്തിൽ അതിന് സമാന്തരങ്ങളില്ല. പലരും പല പ്രവർത്തനവും നടത്തുന്നത് മുമ്പ് നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ തുടർച്ചയോ ആവർത്തനമോ ഒരു തരത്തിലുള്ള അനുകരണവുമായിട്ടാണ്. ഡോക്ടർ ജിയുടെ മുമ്പിൽ അതിനൊരു സമാന്തരങ്ങളില്ല, സമാനതകളില്ല. അദ്ദേഹത്തിൻ്റെ ധ്യാനമഗ്നമായ ഏതോ മുഹൂർത്തത്തിൽ ഉള്ളിൽ നിന്ന് ആ ഋഷിചോദന ഉണർന്നു, ഇങ്ങനെ ഒരു പ്രക്രിയ ആരംഭിക്കാം. രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടുക ദിവസേന. അവർ ശാരീരിക, മാനസിക, ബൗദ്ധിക, ആധ്യാത്മിക പരിവർത്തനത്തിന് ഉതകുന്ന കാര്യക്രമങ്ങളിലൂടെ കടന്നു പോവുക. അങ്ങനെ ശാഖ ആരംഭിച്ചു. അത് നിരവധി ഇടങ്ങളിലേക്ക് വ്യാപിച്ചു. അതിലൂടെ ഹിന്ദു സമൂഹം തിരിച്ചറിയുകയായിരുന്നു, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന്. ഏറ്റവും വലിയൊരു അപകടം ഞാൻ ആരാണെന്ന് മറന്നുപോകലാണ്, ഞാൻ ആരാണെന്ന് മറന്നുപോവുക. അങ്ങനെ മറന്നു പോകാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു ഉണർവിൻ്റെ, സ്മൃതിയുടെ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് ഭഗവാൻ പറയും. സ്മൃതി പോയാൽ പിന്നെ ബുദ്ധി പോകും, ബുദ്ധി പോയാൽ സർവനാശമാണ്. ഹിന്ദുക്കൾ ആ വഴിക്ക് പോവുകയായിരുന്നു. അവിടെയാണ് ഡോക്ടർ ജി എന്ന ആ ഞാൻ പറഞ്ഞ ഋഷി അവരുടെ ആ തെറ്റിലേക്കുള്ള പോക്കിൻ്റെ മുന്നിൽ മാറും വിരിച്ച് തലയുയർത്തിപ്പിടിച്ച ആ ഗംഭീര പുരുഷൻ നിന്നു. എന്നിട്ട് നേരെ വഴിക്ക് നടത്താൻ വേണ്ടി സംഘത്തിൻ്റെ ശാഖ ആരംഭിച്ചു. അത് വിദർഭയിലെ വിവിധ മേഖലകളിലേക്ക് ആദ്യം വ്യാപിച്ചു. പിന്നീട് സമർപ്പണ ബുദ്ധികളായ സംഘ കാര്യകർത്താക്കന്മാർ, സ്വയം സേവകന്മാർ ഭാരതത്തിൻ്റെ എല്ലാ കോണിലേക്കും ശാഖയെ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. അതിലേറ്റവും കൂടുതൽ പ്രയത്നിച്ചത് സ്വാഭാവികമായിട്ടും ഡോക്ടർ ജി ആയിരുന്നു. അങ്ങനെ ശാഖകൾ എല്ലായിടത്തേക്കും എത്തിയപ്പോൾ ഹിന്ദു സംഘടന എന്നതിൻ്റെ മഹത്വം മനസ്സിലായി തുടങ്ങി. ശാഖ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ഹിന്ദു എന്നറിയപ്പെടുന്നത് നാണക്കേടായി കണ്ടിരുന്ന ആളുകൾ പോലും പതുക്കെ ഹിന്ദു ആണ് ഞാൻ എന്നു പറയാൻ തുടങ്ങി. വലിയ നേതാക്കന്മാർ പോലും പറഞ്ഞിരുന്നു, എന്നെ വേണേ കഴുതാന്ന് വിളിച്ചോളൂ, എന്നാലും ഹിന്ദു എന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു ആ കാലഘട്ടത്തിൽ. ഹിന്ദു എന്ന് വിളിക്കരുതേ എന്ന്. അത് പറഞ്ഞ ആളാരാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. പ്രധാനമന്ത്രിയുടെ അച്ഛൻ, പിതാവ്, അദ്ദേഹമാണ് പറഞ്ഞത്. വിദേശത്തൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടെ റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി ചോദിച്ചു, നിങ്ങളുടെ മതം ഹിന്ദു അല്ലേ, ഭാരതത്തിൽ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥത്തിൽ റിലിജൻ ഹിന്ദു എന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കോൾ മീ എ ഡോങ്കി, ഡോണ്ട് കോൾ മീ എ ഹിന്ദു. എന്നെ വേണേൽ കഴുതാന്ന് വിളിച്ചോളൂ, എന്നാലും ഹിന്ദു എന്ന് വിളിക്കല്ലേ. ഇപ്പോഴും അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില പാർട്ടിക്കാരുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ കുറച്ചു കാലം കൂടെ ഒക്കെ അങ്ങനെ പറയും, കുറച്ച് കഴിഞ്ഞാൽ അവരും മാറ്റും. ഏതായാലും അതായിരുന്നു ആ കാലഘട്ടം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനും പറഞ്ഞു, ഞാനൊരു ആക്സിഡൻ്റൽ ഹിന്ദുവാണ്. പിന്നീട് ആ പാർട്ടിയിൽ പിന്നെ ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്ററും ഉണ്ടായി. യാദൃച്ഛികമായിട്ട് പ്രൈം മിനിസ്റ്റർമാരുണ്ടാവുന്നു, യാദൃച്ഛികമായി ഹിന്ദുക്കൾ ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ വന്നു. അപമാനബോധത്തോടെ ഹിന്ദുക്കളെ കണ്ടിരുന്ന കാലം മാറി. ഇന്ന് ഭാരതം അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ്, ഹിന്ദു 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 ഞാൻ എന്ന അവസ്ഥയിലേക്ക് വന്നു. സർവത്ര പരിവർത്തനം ഉണ്ടാവുകയാണ്, സർവത്ര പരിവർത്തനം. ആ പരിവർത്തനത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടു, അത് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ സംഘം ആ വളർച്ചയുടെ ചരിത്രത്തിൽ വിവിധ മേഖലകളിൽ ഹിന്ദുത്വാധാരിതമായ, സംഘദർശനാധാരിതമായ, അധിഷ്ഠിതമായ പ്രസ്ഥാനങ്ങളെ ആരംഭിച്ചുകൊണ്ട്, ആദ്യഘട്ടത്തിൽ സംഘശാഖ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോകെ സംഘത്തിന് കരുത്തുണ്ടായി കഴിഞ്ഞപ്പോൾ മുഖ്യ ലക്ഷ്യം നേടണമെങ്കിൽ എല്ലാ മേഖലയിലും
ജീവമാനമായ എല്ലാ മേഖലകളിലും പ്രസ്ഥാനങ്ങൾ, ദേശസമർപ്പിതമായ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്ന് ഡോക്ടർ ജിക്ക് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായ സംഘടനാ ശേഷി ഉണ്ടാകുന്നതിന് വേണ്ടി 13-14 വർഷം കാത്തിരുന്നു. അതിനുശേഷമാണ് ആദ്യമായി സ്ത്രീകളുടെ മേഖലയിൽ ഇങ്ങനൊരു പ്രവർത്തനം തുടങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ട് 936 രാഷ്ട്ര സേവികാ സമിതി ആരംഭിച്ചു. സംഘത്തിൻ്റെ അതേ മാതൃകയിൽ സ്ത്രീകൾക്ക് സംസ്കാരം, ബൗദ്ധിക സൂക്ഷ്മത, രാഷ്ട്രസമർപ്പിതമായ മനസ്സ്, ആധ്യാത്മികമായ ഉണർവ്, ഇതിനെല്ലാം അപ്പുറത്ത് ശാരീരികമായ ശേഷി അതില്ലാതെ പറ്റില്ല. ഇപ്പം പ്രത്യേകിച്ചും കൂടുതൽ ശാരീരിക ശേഷി ഓരോരുത്തരും ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. ആയോധന പാടവം നമ്മൾ വീണ്ടെടുക്കേണ്ട കാലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. എൻ്റെ ആവശ്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പറയുന്നില്ല കൂടുതൽ. എവിടെയെല്ലാമാണോ നമുക്ക് ക്ഷീണം സംഭവിക്കുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് ഈ 2 കുറവുകളുണ്ട്: ശാരീരികമായ ശേഷി, തൻ്റെ ഇടം, അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് സംഘടനാ ശേഷി ഇല്ലാത്തതുകൊണ്ട്. ഇത് വീണ്ടെടുക്കേണ്ട അവസ്ഥയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ജിയുടെ കൂടി മാനസികമായ എല്ലാവിധ പിന്തുണയോടും കൂടി രാഷ്ട്ര സേവികാ സമിതി ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് ഓരോരോ മണ്ഡലങ്ങൾ, വിദ്യാർത്ഥി പരിഷത്ത്, ഭാരതീയ ജനസംഘം, വിശ്വ ഹിന്ദു പരിഷത്ത്, വനവാസി കല്യാണ ആശ്രമം തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് രാഷ്ട്ര ജീവിതത്തിൽ മുഴുവൻ ഹിന്ദുത്വത്തെ വ്യാപരിപ്പിക്കുവാൻ, ഹിന്ദുത്വത്തിൻ്റെ ശക്തിയെ സന്നിവേശിപ്പിക്കാൻ സംഘത്തിന് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ 100-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ളത് പരിപൂർണമായ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായി സംഘം അതിശക്തമായൊരു പ്രഖ്യാപനം നടത്തി. അത് ഇന്നലെ വിശദീകരിച്ചു കാണും. മുമ്പേ തന്നെ സംഘശാഖകൾ വഴിക്ക്, പ്രസ്ഥാനങ്ങൾ വഴിക്ക്, നമ്മുടെ ഗതിവിധികൾ, സംഘത്തിൻ്റെ ഗതിവിധികൾ വഴിക്ക് ആ പ്രവർത്തനവും പഞ്ചപരിവർത്തനത്തിൻ്റെ പ്രവർത്തനം. ഹിന്ദു സംസ്കാരത്താൽ അടിമുടി ഹിന്ദു സംസ്കാരം തുടിക്കുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടാകണം. ഹിന്ദു സംസ്കാരം തുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിമ്പിളാണ്, ലളിതമാണ്. വാക്ക് പറയുമ്പോൾ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതെന്തോ പ്രയാസമുള്ള കാര്യമാണെന്ന് വിചാരിക്കണ്ട. കുടുംബാംഗങ്ങളെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഒരുമിച്ചിരിക്കുക, അത് ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അച്ഛൻ വരുന്നു ഒരു സമയത്ത്, ഭാര്യ വരുന്നു മറ്റൊരു സമയത്ത്, മകൻ വരുന്നു, അർദ്ധരാത്രിയിൽ മകൾ വരുന്നു, സുപ്രഭാതത്തിൽ മകൻ വന്നു, മുറിക്കുള്ളിൽ കയറുന്നു, കുറ്റിയിടുന്നു അകത്ത് നിന്ന്. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? ആരോ പറഞ്ഞതുപോലെ അയാൾ വരുന്ന കാണാം, 2-3 പേരെ കൂട്ടി മുറിക്കകത്ത് കയറുന്നു, കുറ്റിയിടുന്നു. അവിടെ സെമിനാറാണോ സിമ്പോസിയമാണോ നടക്കുന്നത് നമുക്കറിയില്ല എന്നൊരു അച്ഛൻ പരിതപിച്ച ഒരു കഥയുണ്ട്. ഇന്നലെ ഞാനൊരു സിനിമാ നടൻ പറയുന്നത് കേട്ടു. ആ സിനിമാ നടൻ പറഞ്ഞത്, മകനും മകളും ഒക്കെ വരും, അവരവരുടെ മുറിയിൽ കയറും, വാതിലപ്പോഴേ അടയ്ക്കും. മിക്കവാറും ഈ വേലക്കാർ ഭക്ഷണം അവിടെ കൊണ്ട് കൊടുക്കുക ചെയ്യും. ഇത് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകതയല്ല. ദിവസേന കഴിയില്ലെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിൽ ദിവസേന ഒരുമിച്ച്, ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഷിഫ്റ്റിൻ്റെയൊക്കെ സംവിധാനങ്ങൾ വന്നതുകൊണ്ട് അതിന് കഴിയില്ലായിരിക്കാം. പക്ഷെ നിശ്ചയിക്കണം, ചുരുങ്ങിയതൊരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് ഭജന നടത്താൻ, ഹിന്ദു ഈശ്വരനെ ജപിക്കാൻ ഒരുമിച്ച്. ഈ ഹിന്ദു ധർമ്മ പരിഷത്തിലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. ഇതിലെ അംഗങ്ങളും അനുഭാവികളെങ്കിലും നമ്മുടെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് 2 കാര്യങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ. ഒന്ന്, ഈശ്വര ഭജനത്തിന്. ഞാൻ പറയുന്നില്ല ദിവസേന രാമനാമം ജപിക്കണം, ആരെങ്കിലുമൊക്കെ ജപിക്കണം, വിളക്ക് കൊളുത്തണം, അതൊന്ന്. പക്ഷേ എല്ലാവരും കൂടി ഇരുന്ന് ഒരുപക്ഷെ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും കൂടി ഇരിക്കാൻ കഴിയണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. ഒരുമിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ മഹത്വം എന്താണ്? എല്ലാ കുടുംബങ്ങൾക്കും മഹത്വമുണ്ട്. അതനുസരിച്ചാണോ നമ്മുടെ ജീവിതം എന്ന് നമ്മൾ വിലയിരുത്തും. ഇതാണ് കുടുംബം. അതിനോടൊപ്പം കുടുംബം ഒരുമിച്ച് നടത്തുന്ന യാത്രകൾ, ആ യാത്രകൾ ഭാരതത്തിൻ്റെ ഉള്ളിലുള്ള പ്രദേശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കണം. കാശ് കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഉടനെ സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കാമെന്ന് തീരുമാനിക്കരുത്. അതിലുമൊക്കെ സുന്ദരമായ പ്രദേശങ്ങൾ ഭാരതത്തിൽ തന്നെയുണ്ട്. അപ്പം അങ്ങനെ ഭജനയായാലും ഭ്രമണമായാലും ഭോജനമായാലും അതേപോലെ വേഷമായാലും അതിലെല്ലാം ഹിന്ദുത്വത്തെ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അതിനെയാണ് പഞ്ചപരിവർത്തനത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്. ഹൈന്ദവ സംസ്കാരത്താൽ അടിമുടി സ്വാധീനിക്കപ്പെട്ട കുടുംബങ്ങൾ. രണ്ടാമത്, സമൂഹത്തിൽ സാമാജിക സമരസത ഉണ്ടാവണം. ജാതി ചിന്തയോ ജാതി വെറിയോ ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരരുത്. ഇന്ന് കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും
വാല് വയ്ക്കുകയും വാലിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവരുടെയൊക്കെ എണ്ണം കൂടി വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൻ്റെ പേര് നീളത്തിൽ പറയുന്നു, അവൻ്റെ ആ വാലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. അതിൻ്റെ പേരിൽ ആ വാലെ കുട്ടി വളഞ്ഞു കുത്താനും തുടങ്ങും, തേളൊക്കെ കുത്തുന്നത് പോലെ. ഈ വാലിൻ്റെ ഒരു പ്രശ്നം അതാ, വിഷം അവിടെ ആയിരിക്കുന്നത്, അതിങ്ങനെ വളഞ്ഞു കുത്തും. അപ്പോൾ അത് നമുക്ക് വലിയ അപകടമാണ് ഹിന്ദു സമൂഹത്തിന്. അതില്ലാതെയാവണം. അതുകൊണ്ട് സാമാജിക സമരസത ഉണ്ടാവണം. മൂന്നാമത്, വീണ്ടും ഒരു വട്ടം കൂടിയല്ല, പൂർണ്ണമായും സ്വദേശി ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. വേഷത്തിൽ, ഭാഷയിൽ, ഭക്ഷണത്തിൽ, എല്ലാത്തിലും നമുക്ക് ആ സ്വദേശി ജീവിത ശൈലി വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. നമുക്ക് കുഴിയിൽ നിന്ന് മാന്തിയെടുക്കുന്ന ഭക്ഷണം, കുഴിമന്തിയോ അല്ലെങ്കിൽ തുർക്കിയിലെ ബിരിയാണി, തുർക്കിയിലെ ചിക്കൻ, ഇതൊക്കെയാണ് ഇന്ന് പരക്കെ കാണുന്നത്. നമ്മുടെ നാടിൻ്റെ ദോശയോ ഇഡ്ഡലിയോ പുട്ടോ കപ്പ പുഴുങ്ങിയതോ ചേമ്പോ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ്. പിസ, അത് ചരിയുന്ന പിസാ ഗോപുരത്തിൻ്റെ മുന്നിലിരുന്ന് അവർ കഴിച്ചോട്ടെ. നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണത്തിലേക്ക് ചിന്തിക്കുക. ഭക്ഷണം അനാവശ്യമായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക. അത് നല്ലതാണെന്ന് വിചാരിച്ചു പോകണം. ഒട്ടും നല്ലതല്ല, നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്നതാണത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നാലാമത്, നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ചുറ്റുപാടിനെ ഹരിതാഭമാക്കി നിർത്തുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഏത് ശുഭകർമ്മത്തിനോടൊപ്പവും ഒരു 10 അല്ലെങ്കിൽ ഒരു 20 വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാമോ? അങ്ങനെ മുന്നോട്ട് പോവുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഞ്ചാമത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നു, നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയാറുണ്ട്, ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായി മാറണം. നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ കരുതുന്നു രാവിലെ 6 മണിക്കല്ലേ, ഇപ്പം 1 വേ നോക്കാനൊന്നും പോലീസ് ഉണ്ടാവില്ല. ഞാൻ സിമ്പിൾ കാര്യം പറയുകയാണ്, പോലീസ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് 1 വേയിലൂടെ തിരിച്ചോടിക്കാം. പോലീസ് ഉണ്ടെങ്കിൽ നിയമം പാലിക്കാം. പോലീസ് ഉണ്ടെങ്കിൽ പാലിക്കേണ്ടതാണോ ഇത്? നിയമമായിരിക്കണം, നിയമം പാലിക്കണം. അത് കരം കൊടുക്കുന്ന കാര്യത്തിലായാലും, വണ്ടി ഓടിക്കുന്ന കാര്യത്തിലായാലും, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന കാര്യത്തിലായാലും, പരിസര ശുചീകരണത്തിൻ്റെ കാര്യത്തിലായാലും ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരായി മാറണം. സംഘം ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് ഈ വെറും 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളെ മുഴുവൻ പ്രാപ്തരാക്കാൻ ഇത്തരം സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ സ്വയം അതിന് നേതൃത്വം കൊടുത്ത് മാതൃകയായി മുന്നോട്ട് പോകാൻ കഴിയണം. സംഘം സമൂഹത്തിൻ്റെ മുമ്പാകെ വയ്ക്കുന്ന ഈ മഹത്തായ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അറിയില്ല ഞാൻ കൂടുതൽ സംസാരിച്ചോ ഇല്ലയോ എന്ന്. ഏതായാലും സംഘം തുടങ്ങാനുള്ള സാഹചര്യം, അതിൻ്റെ ഒരു വൈചാരികമായ പശ്ചാത്തലം, അതിനുശേഷം സംഘത്തിൻ്റെ വളർച്ചയൊന്ന് തൊട്ടുവന്ന് ഇപ്പോൾ 100 വർഷത്തിലെത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം എന്താണ് എന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.